الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ അവരുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഉണർത്തുകയാണ് വസീയത്ത് നൽകുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ വൈകുന്നേരം മുതൽ ഈ നിമിഷം വരെയും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ കണ്ണുകളെ ഈറന്നിരിക്കുന്ന ഒരു വാർത്തയാണ് പാലക്കാട് കരിമ്പയിൽ നിന്നും നാം കേട്ടത്. ഇന്നലെ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതി ഏറെ സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് നടന്നുപോയിരുന്ന 5 പ്രിയപ്പെട്ട മക്കൾ, അതിൽ 4 പെൺകുട്ടികളും ഇന്നലെ ഈ ദിവസം ജീവനോടെ ഉണ്ടായിരുന്ന ആ പ്രിയപ്പെട്ട 4 മക്കൾ ഈ നിമിഷം കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്ത ബർസഖിയായ ലോകത്തേക്ക് മടങ്ങിയിരിക്കുകയാണ്. അവരിൽ അപരിത പ്രിയപ്പെട്ട മക്കളുടെ ഖബറുകളെ സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. ഏറെ പ്രതീക്ഷകളുടെ ഒരുപാട് സ്വപ്നങ്ങൾ നീണ്ടുകൂട്ടിയ പ്രിയപ്പെട്ട മാതാപിതാക്കളാവും അവരുടെ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, സഹപാഠികൾക്ക്, അധ്യാപകന്മാർക്കൊക്കെ അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുകയും ആ പ്രിയപ്പെട്ട മക്കളെ നാളെ ആ മാതാപിതാക്കൾക്ക്
ശുപാർശകരായി അല്ലാഹു തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് നിങ്ങൾക്കൊപ്പം ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം ഏത് അപകടങ്ങൾ കേൾക്കുമ്പോഴോ ആ നിമിഷം അതല്ലെങ്കിൽ ഒരു ദിവസം, കുറഞ്ഞ ദിവസങ്ങൾ നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യും. അത് നമ്മുടെ മനസ്സിന് വല്ലാതെ നൊമ്പരപ്പെടുത്തും. ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിലാണ് അത്തരം മരണമെങ്കിൽ പോലും നമ്മളൊക്കെ മറക്കും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, മറവിയുള്ളവരാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട്. എത്ര സുന്ദരമായി ജീവിക്കുന്നവരാണെങ്കിലും, സന്തോഷത്തോടെ ജീവിക്കുന്നവരാണെങ്കിലും, ഇന്നലെ വാർത്തകളിൽ CCTV-യിലൂടെ ആ പ്രിയപ്പെട്ട മക്കൾ ആ സിമന്റ് ലോറിയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരണപ്പെടുന്നതിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പുള്ള, മിനിറ്റുകൾക്ക് മുമ്പുള്ള ആ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് നടന്നു പോകുന്ന ആ വിഷ്വൽ ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് നൽകുന്ന പാഠമല്ല, അത്രേ ഉള്ളൂ നമ്മളൊക്കെ എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. എത്ര വലിയവരാണെങ്കിലും റഹ്മാനായ റബ്ബ് എവിടെ വെച്ച് ഏത് സമയത്ത് എങ്ങനെയാണ് നമ്മയൊന്ന് കൊണ്ടുപോകേണ്ടത് എന്ന് റബ്ബ് താഴെ തീരുമാനിച്ചാൽ അവൻ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന പാഠം. അല്ലാഹു രക്ഷപ്പെടുത്തണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന പാഠമാണ് ഇന്നലത്തെ ആ സംഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ബർസഖിയായ ലോകത്തിലുള്ള വിജയത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ റബ്ബ് നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മഹാന്മാരാകുന്ന സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം, ഹൽ റഅ അഹദും മിൻകും മിൻ റുഅയ, സ്വഹാബത്തെ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കാണാറുണ്ടോ? പലപ്പോഴും റസൂലുള്ളാഹി ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. ആ ചോദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് കണ്ടിട്ടുള്ള ഒരു കാര്യം ഇവരെ പഠിപ്പിക്കാനാണ്, ജിജ്ഞാസ ഭരിച്ചുക എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി ചോദിക്കുമ്പോഴൊക്കെ സ്വഹാബത്ത് പറയും, നബിയെ അങ്ങനെ ഒരു കാര്യമായി പറയാൻ പറ്റാവുന്ന ഒരു സ്വപ്നങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വപ്നം കാണാറുണ്ട്, പക്ഷെ നമ്മുടെ സ്വപ്നം സത്യമാകാം, അസത്യമാകാം, എല്ലാം സത്യമായി കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരല്ലാത്ത ആരുടെയും സ്വപ്നം ഇസ്ലാമിൽ പ്രമാണവും അല്ല. അത് അംഗീകരിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കില്ലതാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ അത് വഹയിന്റെ ഭാഗമാണ്, അതൊരു സ്വപ്നമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനും പാടില്ല. കാരണം പ്രവാചകന്റെ സ്വപ്നം വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ കളവ് വരികയില്ല, അതിൽ ഒരിക്കലും അയാഥാർത്ഥ്യം, യഥാർത്ഥമല്ലാത്തത് ഉണ്ടാവുകയില്ല. നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ? അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമായ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സ്വഹാബത്തിനോട് പറയുകയാണ്, ഒരു പ്രഭാതത്തിലാണത്, സുബ്ഹി കഴിഞ്ഞ നേരത്താണ്. സ്വഹാബത്ത് വിവരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, സ്വഹാബത്തെ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് ആ സ്വപ്നം എന്നറിയോ? ഇന്നഹു അതാനി ലൈലത ആതിയാനി, രണ്ടാളുകൾ എന്റെ അരികിലേക്ക് ഇന്നലെ രാത്രി വന്നു. രണ്ടാളുകൾ വന്നു. വഇന്നഹുമാ ഇബഅസാനി, അവരെന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ വരൂ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. എന്നെ അവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ വന്ന രണ്ടാളുകളോടൊപ്പം ഞാനും പോയി. നാന്റെ റസൂല് പറയാണ്, ഞാൻ അവരോടൊപ്പം പോയി. ആരാണ് ആ രണ്ട് ആളുകൾ എന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാമാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, വഇന്നാ അതൈനാ അലാ റജുലിൻ മുദ്തജഅ, എന്നെ അവർ കൊണ്ടുപോയത് ഒരു മനുഷ്യന്റെ അരികിലേക്കാണ്. ആ മനുഷ്യൻ ചെരിഞ്ഞു കിടക്കുകയാണ്. ചെരിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോയി. വഇദാ ആഖറു, എന്നാൽ മറ്റൊരു മനുഷ്യനുണ്ട്, ഖായിമുൻ, നിൽക്കുന്നുണ്ട്, അലൈഹി, അദ്ദേഹത്തിന്റെ അരികെ ഒരാളെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന മനുഷ്യന്റെ അരികെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്.
ആ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലോട് ഒരു പാറക്കല്ലുണ്ട്. എത്തിയാൽ പൊങ്ങാത്ത അതിശക്തമായ ഒരു കല്ലുമായിട്ടാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. എന്നിട്ടോ എന്താണ് അവിടെ ഞാൻ കണ്ടത്? എനിക്കെന്താണ് കാണിച്ചു തന്നത്? ആ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലുള്ള ആ പാറക്കല്ല് ഈ കിടക്കുന്ന മനുഷ്യന്റെ തലയെ ലക്ഷ്യമാക്കി ഇടുന്നുണ്ട്. ആ തലയിലേക്ക് വലിച്ചെറിയുന്നു. എറിയുമ്പോ ആ മനുഷ്യന്റെ കിടക്കുന്ന മനുഷ്യന്റെ തലയെല്ലാം ചതഞ്ഞരഞ്ഞ് അതിനെ വല്ലാതെ മുറിപ്പെടുത്തി കാണാൻ പോലും കഴിയാത്ത വിധം പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയും തലച്ചോറുമെല്ലാം ചതഞ്ഞരയുന്നു. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ എറിഞ്ഞിട്ടുള്ള ആ കല്ല് അല്പം ദൂരേക്ക് തെറിച്ചുപോയി, ഉരുണ്ടുരുണ്ടു പോയി. ഈ നിന്ന മനുഷ്യൻ, എറിഞ്ഞ മനുഷ്യൻ ആ ഉരുണ്ടു പോയിട്ടുള്ള ആ കല്ലെടുക്കാൻ പോയി. അങ്ങനെ ആ കല്ലിനെ പിന്തുടർന്നു, ആ കല്ലെടുത്തു. ഈ നിന്ന മനുഷ്യൻ തിരിച്ചു വരികയാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് വിവിധങ്ങളായ രൂപങ്ങളിൽ കാണാം. എന്നാൽ തിരിച്ചു വരുന്നതിന്റെ മുമ്പ് ആ കിടക്കുന്ന മനുഷ്യന്റെ തല ഇപ്പോൾ ചതഞ്ഞരഞ്ഞിരിക്കുകയാണ്, തലച്ചോറെല്ലാം പൊട്ടിപ്പിളർന്നിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഈ മനുഷ്യൻ ആ കല്ലെടുക്കാൻ പോകുന്നത്. പക്ഷേ കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഈ മനുഷ്യന്റെ തലയെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും. വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും. ഈ മനുഷ്യൻ കല്ലുമായി തിരിച്ചു വരുന്നു. വീണ്ടും അത് ആവർത്തിക്കുന്നു. ആദ്യം ചെയ്തതുപോലെ വീണ്ടും ആവർത്തിക്കുകയാണ്. കല്ല് തെറിച്ചു പോകുന്നു, വീണ്ടും അതെടുത്തു വരുന്നു, അപ്പോഴേക്ക് തലപൂർവ്വസ്ഥിതിയിലാകുന്നു, വീണ്ടും മറിയുന്നത്. ഇങ്ങനെ ആവർത്തിക്കുകയാണ്, നിൽക്കലില്ലാതെ ആവർത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാ, കാണാൻ കഴിയാത്ത രംഗമായിരുന്നത്. ഞാൻ അവൻ കൂട്ടിക്കൊണ്ടുവന്ന എന്നെ കൊണ്ടുപോയ ആളുകളോട് ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മഹാദാനി, ആരാണിത്? എന്തിനാണ് ഈ മനുഷ്യൻ ഇത്രമാത്രം ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചപ്പോ അവര് കൊടുത്ത മറുപടി, ഇന്തലിക നബിയെ, ഇപ്പോൾ പറയാൻ സമയമായിട്ടില്ല, പോകാം എന്നാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞു കൊടുത്തില്ല. പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഹദീസിൽ കാണാം, അവസാനം ഈ ഇതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഹദീസിന്റെ അവസാനം ഉള്ളത്, ഈ കല്ല് കൊണ്ട് തന്റെ തല ചതച്ചരക്കുന്നതായ ഒരു വ്യക്തിയെ നബിയെ അങ്ങ് കണ്ടില്ലേ? അങ്ങേക്ക് കാണിച്ചു തന്നില്ലേ? ആരാണ് ആ മനുഷ്യൻ എന്നറിയോ? ഖുർആൻ പഠിച്ചവരാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്. അത് ആഴ്ചയിൽ ഖുതുബയിലൂടെ, ക്ലാസുകളിലൂടെ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളും സന്ദേശങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയവരാണ്. പക്ഷേ ആ പഠിച്ച വിഷയങ്ങൾ അത് ജീവിതത്തിൽ പകർത്താതെ അത് കൈയൊഴിയുന്ന ആളുകൾ. ഖുർആൻ പഠിച്ചു, പക്ഷേ അത് ജീവിതത്തിലില്ല, അവരുടെ കർമ്മങ്ങളിലില്ല, ആദർശങ്ങളിലില്ല, വെറും പഠനം മാത്രമാക്കിയ ആ ആളുകളാണ്. അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് കൈയൊടിഞ്ഞ മനുഷ്യരാണ്. പിന്നീട് റസൂലുള്ള പറയുന്നത്, അതോടൊപ്പം ആ മനുഷ്യൻ വിശുദ്ധമായ ബാങ്ക് പള്ളികളിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുമ്പോ ആ പള്ളികളിലേക്ക് ജമാഅത്തിന് പോകാതെ, നിസ്കരിക്കാതെ, വയനാമോ അവൻ ഉറങ്ങുന്നു, നിസ്കരിക്കാതെ, ഫർളാക്കപ്പെട്ട നമസ്കാരം പോലും നിർവഹിക്കാതെ കിടന്നുറങ്ങുകയും എന്നാൽ വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനകൾ അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യന് അത് ഇലാ യൗമിൽ ഖിയാമ യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ. എപ്പോഴാണത്? മരണത്തിന്റെ ശേഷം ബർസഖിയായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതിന്റെ ഖബർ ശിക്ഷയ്ക്കുള്ള കാരണമായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് അത് പ്രാവർത്തികമാക്കാത്ത ആളുകളും അതേ പ്രകാരം ഫർള് നമസ്കാര സമയത്ത് വീടുകളിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ലോകത്ത് ഈ തരത്തിൽ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഇടതടവില്ലാതെ
ഇടതടവില്ലാതെ ഒരു വിശ്രമവുമില്ലാതെ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ അവന്റെ തലയെ ചതച്ചരച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ ഗൗരവത്തോടെ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കിയതുപോലെ ബർസഖിയായ ലോകമുണ്ടെന്ന് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഖബറിൽ ഞാനും നിങ്ങളും ആ ആദ്യ രാത്രി നമ്മള് അവിടെ ശിക്ഷയോ രക്ഷയോ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു തർക്കവും ഇല്ലാത്തതാ. എല്ലാ ഇഷ്ടപ്പെട്ടവരെയും വിട്ടുകൊണ്ട് നമ്മൾ ഒറ്റക്ക് അവിടെ പോയി കടക്കേണ്ടി വരും. അവിടെ നമുക്ക് ശിക്ഷ ലഭ്യമാകുന്ന ഒരു കാരണമാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഖുർആൻ പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്താത്തവരും അതുപോലെ ഫർള് നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കാത്ത ആളുകൾക്ക് അവിടെ കിട്ടുന്ന ശിക്ഷയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് പഠിച്ച ഖുർആനിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയാ, വീണ്ടും എന്നവർ കൊണ്ടുപോയി. ആ വന്ന ആളുകൾ വീണ്ടും എന്നെ കൊണ്ടുപോയി. അങ്ങനെ മറ്റൊരു മനുഷ്യന്റെ അരികിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തെ മലർത്തിക്കിടത്തിയിരിക്കുകയാണ് ഒരു മനുഷ്യനെ. അദ്ദേഹത്തിന്റെ അടുക്കൽ മറ്റൊരു മനുഷ്യനുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊളുത്തുമായി ഒരു മനുഷ്യൻ ഈ കമിഴ്ന്ന് കിടക്കുന്ന ഈ മനുഷ്യന്റെ അരികെ ഒരു കൊളുത്തുമായി ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? അങ്ങനെ ആ കിടക്കുന്ന വ്യക്തിയുടെ മുഖത്തിന്റെ രണ്ടിൽ ഒരു ഭാഗത്തിലൂടെ വരും. കിടന്നിട്ട് ഒരു ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് വരും. എന്നിട്ട് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലുള്ള ആ ഇരുമ്പ് കൊളുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിളിലേക്ക് വാഴയിലേക്ക് ഈ കൊളുത്തങ്ങിട്ടിടും. ഇട്ടിട്ട് അത് വലിച്ചിങ്ങട്ട് കീറും. അല്ലാഹുവിന്റെ റസൂല് പറയാ, വലിച്ചിങ്ങട്ട് കീറിയിട്ട് എവിടെ വരെ? കഴുത്ത് വരെയും വലിച്ചിങ്ങട്ട് കീറി മുറിച്ചു കളയും അവന്റെ കവിൾത്തടം മുഴുവൻ. അതുകൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും റസൂലുള്ള പറയുന്നുണ്ട്, അത് മാത്രമല്ല, അവന്റെ മൂക്കും വലത് ഭാഗത്ത് നിന്ന് കൊളുത്തുകൊണ്ട് വലിച്ച് പറിച്ചിങ്ങട്ടെടുക്കും. കഴുത്ത് വരെ വലിക്കും. വീണ്ടും അവന്റെ കണ്ണും അതുപോലെ തന്നെ, വലത് ഭാഗത്തുള്ള കണ്ണും അതുപോലെ വലിച്ച് കൊളുത്തുകൊണ്ട് വലിച്ച് കീറിയെടുക്കുന്നുണ്ട് നിൽക്കുന്ന മനുഷ്യൻ കൊളുത്തുകൊണ്ട്. അങ്ങനെ ആ ഒരു ഭാഗത്തുള്ളത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യന് ദീർഘമായ ഹദീസാണ്. മറുഭാഗത്തേക്ക് വന്നിട്ട് വലത് ഭാഗത്ത് ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇടത് ഭാഗത്തും അവന്റെ കവിൾത്തടവും അവന്റെ മൂക്കും അവന്റെ കണ്ണുമെല്ലാം ഈ ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് വലിച്ചു കീറി പറിച്ച് കീറി നശിപ്പിച്ചു കളയും, മുറിച്ചു കളയും. എല്ലാം ഒഴുകി വളരെ അവശതയായ ഒരു കാഴ്ചയാണ് എനിക്ക് കണ്ടത്. അങ്ങനെ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞ് വീണ്ടും ആദ്യം പറിച്ച ഭാഗത്തേക്ക് വരുമ്പോഴേക്ക് ആദ്യത്തെ ആ ഭാഗമെല്ലാം ആ മുറിയെല്ലാം കൂടിയിട്ടുണ്ടാകും. വീണ്ടും അത് വലിച്ചു പറിക്കുന്നു. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ? എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയാ, ജിബ്രീൽ അലൈഹിസ്സലാമും മീകാഈലും എനിക്ക് പറഞ്ഞു തന്നത്, ഫഇന്നർ റജുലു, ആ മനുഷ്യൻ യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കദ്ബത തബ്ലഉൽ അഫാഖ്, തന്റെ വീട്ടിൽ നിന്ന് പ്രഭാതത്തിൽ പുറപ്പെടും എന്നിട്ട് ചക്രവാളം മുട്ടുമാറി കളവ് പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കളവ് പറയുന്നവനാണവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളുണ്ട്. ചക്രവാളത്തിൽ മുട്ടുമാറ് പെരും കള്ളം പറയും. കളവ് പറയുക എന്നതിന് ഒരു ഗൗരവവും കൊടുക്കാത്ത മനുഷ്യന്മാരെയാണ് ഈ തരത്തിൽ ബർസഖിയായ ലോകത്ത്, ഖബർ ലോകത്ത് ശിക്ഷിക്കുന്നതായി ഞാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഖബർ ശിക്ഷയുടെ കാരണം കളവ് പറയുക എന്നതാണ്. സത്യം പറയണം, സത്യം മാത്രമേ പറയാവൂ. അത് എത്ര തന്നെ കൈപ്പുള്ളതാണെങ്കിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സത്യം പറഞ്ഞതിന്റെ പേരിൽ നിനക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നീ ഒരിക്കൽ പോലും
ഒരിക്കൽ പോലും നീ കളവ് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കളവ് പറഞ്ഞാൽ ആ ഖബർ ലോകത്തുണ്ടാകുന്ന ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല. രണ്ടാമത്തേത് കളവ് പറയുന്നവൻ. റസൂലുള്ളാഹി പറയാണ്, വീണ്ടും അവർ എന്നെ കൊണ്ടുപോയത് മിഥിലിത്തന്നൂർ, ഒരു അടുപ്പ് പോലെയുള്ള ഒരു ചൂള, ഇഷ്ടികച്ചൂളകളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെയുള്ള ഒരു വലിയ കുഴി, ആ കുഴിയുടെ അരികിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ആ കുഴിയുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അതിന്റെ അടിഭാഗം ഏറെ വിശാലമാണ്. അടിഭാഗം അലാഹു വയ്യഖുൻ വഅസ്ഫലഹു വാസിഅ, അതിന്റെ മുകൾ ഭാഗം ഏറെ കുടുസായതും. സാധാരണ ഇഷ്ടികച്ചൂളകളൊക്കെ മുകൾ ഭാഗം വലുതായിരിക്കും, പിന്നീട് ചെറുതായി ഇങ്ങനെ വരികയാണ് ഇഷ്ടികച്ചൂള ഉണ്ടാവുക. അതേ പ്രകാരം അടുപ്പുകളും അങ്ങനെയാണ്. അതിന്റെ അടിഭാഗം നല്ല വിശാലം ഉണ്ടാകും, മുകൾ ഭാഗം വളരെ കുടുസായ ചെറിയ രൂപമാണ്. അതേപോലുള്ള ഒരു തീ കുണ്ടാരത്തിലേക്കാണ്, ഒരു കുഴിയിലേക്കാണ് എനിക്ക് എന്നെ കൊണ്ടുപോയത്. അവിടെ റിജാലും വനിസാഉൻ നുറാഅത്ത്, ആ തീയുള്ള ആ കുഴിയിൽ കുറെ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ ആ അടിയിൽ നിന്ന് തീ ഉജ്ജ്വലമായി തീ കത്തുമ്പോൾ ആ തീയിന്റെ ശക്തി കൊണ്ട് അതിലുള്ള നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും മുകളിലേക്ക് വരും. മുകളിലേക്ക് ഇങ്ങോട്ട് ആർത്ത് ഹദീസുകളിൽ നമുക്ക് കാണാം, അവിടെ വല്ലാത്ത ശബ്ദമാണ്, വല്ലാത്ത ബഹളവും ശബ്ദ കോലാഹലങ്ങളോടുകൂടെ അവർ ഈ കുഴിയുടെ മുകൾ ഭാഗത്തേക്ക് പൊങ്ങി വരും. പക്ഷേ മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, കാരണം അതിന്റെ മുകൾ ഭാഗം ഏറെ കുടുസായതാണ്, ഒരാൾക്ക് പുറത്തേക്ക് ചാടാൻ കഴിയില്ല. വീണ്ടും ആ തീ അണയുമ്പോ അവർ താഴേക്ക് തന്നെ ബഹളത്തോടുകൂടെ അട്ടഹാസത്തോടുകൂടെ താഴേക്ക് ആപ്പതിക്കുന്നു. വീണ്ടും തീ കത്തുന്നു, അവർ മുകളിലേക്ക് വരുന്നു. വീണ്ടും തീ കടുമ്പോ താഴോട്ട് ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണിവർ? അതിന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ കൊടുത്തിട്ടുള്ള മറുപടി, വഅമ്മർ റിജാലു വന്നിസാഉൽ ഉറാത്തുൽ ലദീന ഫീ മിസ്രി ബിനാഇ തന്നൂരി ഫഇന്നഹും സുനാതു വസ്സബാനി, ചൂള പോലുള്ള ആ അതിൽ കിടക്കുന്ന നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്ത്രീകളും അതേ പ്രകാരം പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മാത്രമല്ല ഇസ്ലാമിൽ വ്യഭിചാരം എന്ന് പറയുന്നത്. ഒരു ആണും പെണ്ണും ഇടകലരുന്നതിന് ഇസ്ലാമിൽ മര്യാദകളുണ്ട്, സംസാരിക്കുന്നതിന് മര്യാദകളുണ്ട്, അവരുടെ യാത്രകൾക്ക് മര്യാദകളുണ്ട്, അവരുടെ ഒന്നിച്ചാകല് പോലും അത് പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് എന്ന് ഒരു ലൈസൻസും സമൂഹത്തിലില്ല. വർത്തമാനം പറയുന്നതിലോ ഇടപെടുന്നതിലോ അന്യ സ്ത്രീ പുരുഷന്മാർക്ക് ഒരു ലൈസൻസും ഇല്ലാത്ത കാലത്ത് ഏറെ ഗൗരവത്തോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അറിയുക, വ്യഭിചാരത്തിലേക്കുള്ള നോട്ടം അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്നും, അതിലേക്കുള്ള നടത്തം അത് കാലിന്റെ വ്യഭിചാരമാണെന്നും, അതിലേക്കുള്ള എല്ലാ സ്പർശനങ്ങളും അത് കയ്യിന്റെ വ്യഭിചാരമാണ്, ശരീരാവയവങ്ങൾക്ക് മുഴുവനും വ്യഭിചാരമുണ്ട് എന്നാണ് വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഗൗരവത്തോടെ ബർസഖിയായ ലോകത്തുള്ള സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. ലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചരിക്കരുതെന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരവും സ്പർശനങ്ങളും ഒരു മെസ്സേജുകളും ഒന്നും നിങ്ങൾക്ക് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി വിലക്കിയിട്ടുണ്ട്. വ്യഭിചാരികൾക്ക് ബർസഖിയായ ലോകത്ത് കിട്ടുന്ന ശിക്ഷയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തുടർന്ന് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാ, വീണ്ടും ആ രണ്ടാളുകൾ എന്നെ കൊണ്ടുപോയത് ഒരു പുഴയുടെ പക്കത്തേക്കാണ്, ഒരു പുഴയുടെ അരികിലേക്കാണ്. പുഴയുടെ പ്രത്യേകത അഹ്മറുൻ മിസ്ലുദ് ദം, അതിലുള്ള വെള്ളം രക്തക്കളറുള്ള ശക്തമായ ചുവന്ന വെള്ളമാണ്, രക്തം പോലുള്ള ചുവന്ന ഒരു വെള്ളമാണ് അതിലുള്ളത്. എന്നിട്ട് ആ പുഴയിൽ റജുലുൻ സാബിഉൻ യസ്ബഉ, ഒരു മനുഷ്യൻ ഇങ്ങനെ മുങ്ങി താഴുന്നുണ്ട്. ആ പുഴയിൽ വെള്ളം കുടിച്ച് അവശനായി ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ആ മനുഷ്യൻ ആ കരയിലേക്ക് നീന്തി വരികയാണ്, കഷ്ടപ്പെട്ടാണ് വരുന്നത് റസൂലുള്ളാഹി പറയാ. പക്ഷേ ആ കരയുടെ അടുക്കൽ മറ്റൊരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യൻ കരയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന മനുഷ്യന്റെ അരികെ കുറെ ചെറിയ കല്ലുകളുണ്ട്.
ചെറിയ കല്ലുകൾ ഒരുക്കൂട്ടി വെച്ചുകൊണ്ടാണ് നിൽക്കുന്ന മനുഷ്യൻ നിൽക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഈ മനുഷ്യൻ നീന്തി വരുന്ന മനുഷ്യൻ ഈ കരയിലേക്ക് വരുന്നു, കരയിലേക്ക് വാ പൊളിച്ചിട്ടാ വരുന്നത്, കൊള്ളയും പൊളിച്ചിട്ടാ വരുന്നത്. വാ പൊളിച്ചുകൊണ്ട് വരുന്ന, രക്ഷപ്പെട്ടുകൊണ്ട് വരുന്ന ഈ മനുഷ്യന്റെ വായിലേക്ക് നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരികിലുള്ള കല്ലിൽ നിന്ന് ഒരു കല്ല് അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കും. ഇട്ടുകൊടുക്കുന്നതോടുകൂടെ ആ മനുഷ്യൻ വീണ്ടും ആ പുഴയിലേക്ക് മുങ്ങിട്ടാണ് വീണ്ടും അങ്ങനെ വെള്ളം കുടിച്ച് കഷ്ടപ്പെട്ട് പോവുക. വീണ്ടും വരുന്നു, കല്ലിടുന്നു, പോകുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇതാരാണ് എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത മറുപടി, അവൻ പലിശ ഭക്ഷിക്കുന്നവനാണ് എന്നതാണ്. പലിശ ഏറെ ഗൗരവമുള്ളതാണ്. അത് ഭക്ഷിക്കുകയോ അത് വാങ്ങുകയോ അത് കൊടുക്കുകയോ അതുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെടുകയോ ചെയ്താൽ ബർസഖിയായ ലോകത്ത് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസുകളിൽ ഇവിടെ ബർസഖിയായ ലോകത്ത് മരണാനന്തരം പുനർജീവിതത്തിന്റെ മുമ്പായി നടക്കുന്ന 4 അപകടകരമായ ശിക്ഷകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വപ്നത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തത്, റസൂലുള്ളാഹി സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ആ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അതേ പ്രകാരം ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന വളരെ നിസ്സാരമായ ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 5-മത്തത്, എന്നിട്ട് ആ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി പറയുന്നത് വമാ യുഅദ്ദിബാനി മിൻ കബീർ, അതൊരു വലിയ കാര്യമൊന്നുമല്ല. നമ്മളത് ഒരു ഗൗരവത്തിൽ എടുക്കുന്നല്ല. സ്വഹാബത്തിന്റെ കാലത്താണ് റസൂലുള്ളാഹി പറയുന്നത്. അതൊരു വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ആ ഖബറിലുള്ള ആളുകൾ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ആ ഖബർ ശിക്ഷ കാണിക്കപ്പെട്ടു. അതിൽ ഒരു കാര്യം എന്താണ്? വഅമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, മൂത്രിച്ചിട്ട് വേണ്ടത്ര മൂത്ര വിസർജനത്തിൽ നിന്ന് വേണ്ടത്ര ശുദ്ധി വരുത്താത്ത ആളുകളും മറ സ്വീകരിക്കാത്ത ആളുമായിരുന്നു ആ ഖബറിൽ ഉണ്ടായിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. അപ്പൊ ഖബർ ശിക്ഷയുടെ മറ്റൊരു കാരണമാണ് മൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് നല്ല മറ സ്വീകരിക്കുക എന്നതും, അതുപോലെ നമ്മൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എഴുന്നേൽക്കുന്ന സ്വഭാവം. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഈ പാൻറ്റൊക്കെ ഇടുന്നത് ടൈറ്റ് മാത്രമല്ല വേണ്ട, ടൈറ്റ് ഫിറ്റുള്ള പാൻറ്റും ഇട്ടിട്ട് ഇരിക്കാനും കഴിയൂല, നിൽക്കാനും കഴിയൂല. മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റാൽ വീണ്ടും ഉണ്ടാകും കുറച്ചവിടെ കാത്തുക്കണം, എന്നിട്ട് വീണ്ടും അത് വസ്ത്രത്തിലേക്ക് കുറ്റി. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് അവരുടെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം നാളെ പരലോകത്ത് എത്തിയ കർമ്മരേഖയിൽ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ഏറെ ഗൗരവത്തോടുകൂടിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മൂത്രം അതിനെ ശുദ്ധിയാക്കാത്ത, അത് വസ്ത്രത്തിലാകുന്നതിനെ, അത് ശരീരത്തിലാകുന്നതിനെ, അത് നിസാരമായി കാണുന്ന ആളുകൾക്ക് ഖബറിൽ ഭയാനകരമായ ശിക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുണ്ട്. ആ കാര്യവും നാം ഗൗരവത്തോടുകൂടെ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇനി ഇരുന്നെ മൂത്രമൊഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മുടെ പള്ളികളിലൊക്കെ ഒരു നിലക്കും ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഏതായിരുന്ന ഒരു കാര്യം നിർബന്ധമാണെന്ത്, മൂത്രം പൂർണ്ണമായി ഒഴിവായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പായിട്ട് മാത്രം ശുദ്ധി വരുത്തുക. ആ ഒരു സംശയത്തിന് ഇടവരുത്തരുത്. ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് പുരളുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ ഏറെ നമുക്ക് അപകടം ചെയ്യുമെന്ന റസൂലുള്ളാഹിന്റെ താക്കീത് നാം ഏറെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളൊക്കെ നിസ്കരിക്കുന്നത് നാളെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ നിസ്കാരം പരിപൂർണമാകണം, അതിന്റെ പ്രതിഫലം കൂടുതൽ പൂർണ്ണമായി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. നമ്മുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭ്യമാകാൻ ധാരാളം മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതിൽ ഒരു മാർഗമാണ് സ്വഫ് അടുത്തു നിൽക്കുക എന്നതും
അത് വളവില്ലാതെ നിൽക്കുക എന്നതും അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒഴിവ് ഇല്ലാതെ അടുത്തടുത്ത് നിൽക്കുക എന്നതുമൊക്കെ നമ്മുടെ നിസ്കാരത്തിന്റെ പരിപൂർണതക്ക്, അതേ പ്രകാരം നമ്മോടൊപ്പമുള്ള മലക്കുകൾ അവർ നമുക്ക് ആമീൻ പറയുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള കാരണമൊക്കെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും പല പള്ളികൾ ഇവിടെ ഉണ്ട് എന്നല്ല, പക്ഷെ ഇല്ല എന്നുമല്ല. എല്ലാവരും ശ്രദ്ധിക്കുക, അവനവൻ ഉറപ്പിക്കുക, എന്റെ സ്വഫ് എന്റെ കാരണത്താൽ, എന്റെ കാല് താഴോട്ടോ മേലോട്ടോ വെച്ച കാരണത്താൽ അത് വളയുന്നില്ല, അതിന്റെ ഇടയിൽ ഗ്യാപ്പ് എന്റെ കാരണത്താൽ വരുന്നില്ല എന്ന് എല്ലാവരും ഓരോരുത്തരും കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഫിന് ഒരു വളവും ഉണ്ടാവില്ല. അതിന്റെ നമ്മുടെ കാർപ്പറ്റിന്റെ കടിയിൽ ഒരു വെള്ള ആ ചിത്രപ്പണി കൊടുത്തത് തന്നെ നമ്മുടെ സ്വഫ് വളയാതിരിക്കാനാണ്. അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ മടമ്പും കാല് വിരലല്ല മടമ്പാണ് ശരിയാക്കേണ്ടത്. അതിനനുസരിച്ച് കൊണ്ട് സ്വഫ് ശരിപ്പെടുത്തുവാൻ തീർച്ചയായും നാം ശ്രമിക്കേണ്ടതുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു നിസാരാണ്, എന്ത് സ്വഫ്, അതിന്റെ ഇടയിൽ ഒരു വടവ്, അതൊരു ലെവല്, ഇതൊക്കെ നിസാരമായി നമ്മൾ കാണുമ്പോ അതിന്റെ വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ മരിച്ചങ്ങ് പോകണം. അപ്പോഴാ അതിന്റെ ഗൗരവം തിരിയുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത് നാം ഗൗരവത്തിനോടുകൂടി കണക്കിലെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും ആ പഠിക്കുന്നതിലുപരി അത് ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും റഹ്മാനായ റബ്ബ് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കേറുമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. اللهم ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين.